കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മൂന്നാം ദിവസം. കർത്താവേ, വഴി ഞങ്ങൾ എങ്ങനെ അറിയും? സത്യത്തോടുള്ള തുറവിയും അന്വേഷണാത്മകമായ മനസ്സും തോമാശ്ലീഹായുടെ പ്രത്യേകതകളായിരുന്നു. അതുകൊണ്ടാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കുവാൻ തോമാശ്ലീഹായ്ക്ക് സാധിച്ചത്. തോമാശ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന വലിയ സത്യം ഈശോ വെളിപ്പെടുത്തിയത്. വിചിന്തനം. ഗുരു, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും? തോമാശ്ലീഹായുടെ ഈ ചോദ്യം വളരെ നിഷ്കളങ്കമാണ്. തുറന്ന മനസ്സും തെളിഞ്ഞ വാക്കുകളുമുള്ള തോമാശ്ലീഹായ്ക്ക് തൻ്റെ ആകുലത ഒളിച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല. അതേസമയം അതിലൂടെ വെളിവാക്കപ്പെടുന്നത് അജ്ഞത മാത്രമല്ല, തോമ എന്ന യാഥാർത്ഥ്യവാദി കൂടിയാണ്. ശിഷ്യന്മാർ ഈശോയെ അതുവരെ കണ്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നതും വഴികാട്ടുന്ന ഗുരുവായിട്ടായിരുന്നു. ഗുരു തന്നെയാണ് ശരിയായ വഴിയെന്ന യാഥാർത്ഥ്യം അവർ അതുവരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയിർപ്പിൻ്റെയും അർത്ഥം ഗ്രഹിക്കുവാൻ അവർക്ക് കൂടുതൽ സമയം ആവശ്യമായിരുന്നു. ഈ അറിവില്ലായ്മ ഏറ്റുപറയുന്നതിന് തോമാശ്ലീഹായ്ക്ക് ഒരു മടിയുമുണ്ടായിരുന്നില്ല. തോമാശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അവ്യക്തമായ പ്രസ്താവനകളായിരുന്നില്ല ആവശ്യം. ഗുരുവിനെക്കുറിച്ച് വ്യക്തമായൊരു ദർശനം തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. തോമാശ്ലീഹായുടെ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും പൂർണ്ണമായും ഉൾക്കൊണ്ട ഈശോ ചോദ്യത്തെക്കാളും ആഴമേറിയ ഒരു ഉത്തരമാണ് നൽകിയത്. ചോദിച്ചതിലും കൂടുതലായി അവിടുന്ന് വെളിപ്പെടുത്തി, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല. ഇപ്രകാരം പിതാവിൻ്റെ പക്കലേക്കുള്ള ഏക വഴി താൻ തന്നെയാണെന്ന് ഈശോ വ്യക്തമായി വെളിവാക്കുന്നു. അദൃശ്യനായ ദൈവം സ്വയം നമ്മുടെ ദൃഷ്ടികൾക്ക് ഗോചരമായി ഭവിക്കുന്നു. തോമാശ്ലീഹ നേടിയിട്ടുള്ള അറിവ്, പിതാവിനെക്കുറിച്ചുള്ള അറിവ് ഈശോ അംഗീകരിക്കുകയായിരുന്നു ഇവിടെ. ഈ അറിവ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ്.